ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമാന്യം ദീർഘമായ ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കടന്നു പോകുന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരു താരതമ്യം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നോ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കും. നമ്മൾ പല ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് കണ്ട് ജീവിച്ചു പോന്നിരുന്ന ഒരു തലമുറയാണ് എനിക്ക് മാതൃകയായിട്ട് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും വർഷങ്ങൾ കഴിയുന്തോറും പ്രായമായിക്കൊണ്ടിരിക്കും. നമ്മൾ കുറേ കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടക്കും. അതിൻ്റേതായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ നമുക്കുണ്ടാവും. അത് വലിയ പ്രശ്നങ്ങളായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതി പണ്ടുണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ലല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവസ്ഥകൾ, ഒന്ന് ഋതുമതിയാകുക, 2 മെനോപോസ്. ഞാൻ 15 വയസ്സായപ്പോഴാണ് ഋതുമതിയാകുന്നത്. ആദ്യം മെൻസസ് ആകുന്നത് അപ്പോഴാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ച്, പിന്നെ അമ്മ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള പരിമിതമായ അറിവ് വെച്ച് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ മെൻസസ് ആവുന്നു. അതായത് ഗർഭധാരണത്തിന് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒരു തരത്തിലും ഒരുങ്ങാത്തൊരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നും. അതിനെപ്പറ്റി ഉത്കണ്ഠയുണ്ടാവും. മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നോ, അതൊരു മാസത്തിൽ സംഭവിച്ചു. അതിന് മുമ്പുള്ള കുറച്ച് മാസങ്ങളിൽ ബ്ലീഡിങ് കുറഞ്ഞ് 1 മാസമായപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം ജീവിതശൈലി തന്നെയായിരുന്നു. അത് എൻ്റെ ക്രെഡിറ്റിലല്ല, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ മാതാപിതാക്കൾക്കാണ്. ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ക്രമമായി ചിട്ടയായിട്ട് ജീവിക്കാനുള്ള ഒരു നിർബന്ധം മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് ഇതിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തൊക്കെയോ പല കാര്യങ്ങളുടെയും പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്നോ, കുറച്ച് നാളായിട്ട് എന്നോട് എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യണം. അപ്പോൾ അവരുടെ സജഷൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മെനോപോസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു മുൻധാരണ അങ്ങനെയാണ്, ഇതൊരുപാട് പ്രശ്നം നിറഞ്ഞ ഒന്നാണ്. അതിൻ്റെ ഒരു കാരണം നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇൻഫോർമേഷൻ നമ്മളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ വിശകലനം ചെയ്ത് നമുക്ക് വേണ്ടത് എടുക്കാൻ പറ്റുന്നില്ല, വേണ്ടാത്തത് തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം ഒന്നിനെക്കുറിച്ചും വേണ്ട രീതിയിൽ പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പണ്ടുള്ളവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മുറി വൈദ്യന് ആളെ കൊല്ലും. അതാണ് ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കടന്നു പോകാം. 7 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം ആക്സെപ്റ്റൻസ്. ജനിച്ചു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അത് ആക്സെപ്റ്റ് ചെയ്യുക. ഈ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ പ്രായമാകുമ്പോൾ ശരീരത്തിന് അവശതകൾ വരും. അവശതകൾ വരാനുള്ള കാരണം നമുക്കറിയാം. ഈ ഭൂമിയിൽ നമുക്കൊരു ആയുർദൈർഘ്യമുണ്ട്. അത്രയും കാലം ജീവിക്കാനുള്ള സംവിധാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളാണെങ്കിൽ ഇത് ഓവർ യൂസ് ചെയ്യാറുണ്ട്. വേണ്ടതും വേണ്ടാത്തതൊക്കെ ചെയ്ത് വരുമ്പോൾ ശരീരത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ വാർദ്ധക്യമാകുമ്പോൾ ഒരു ഓവർ യൂസ് കൊണ്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. സ്ത്രീയും പുരുഷനുമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ പ്രകൃതിക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വംശത്തിൻ്റെ നിലനിൽപ്പ്. അതിലേറ്റവും സങ്കീർണമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതിനിപ്പോൾ തക്ക സംവിധാനങ്ങൾ സ്ത്രീക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അണ്ടോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വളരെ പവർഫുൾ ഹോർമോണാണ്. വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടത്താൻ സ്ത്രീയെ സഹായിക്കുന്ന ഹോർമോൺ. ഇത് റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ മാത്രമല്ല മൊത്തം സിസ്റ്റത്തിന് സഹായകരമാണ്.
അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ളത്. സ്ത്രീയെയും പുരുഷനെയും ഒരേ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുവദിച്ചാൽ കൂടുതൽ ആയുർദൈർഘ്യം സ്ത്രീകൾക്കാണ്. ഇങ്ങനെ പല അനുകൂല ഘടകങ്ങൾ അവൾക്കുണ്ട്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോടുകൂടി സത്യത്തിൽ ഈ അനുകൂല ഘടകങ്ങൾ ഇല്ലാതായി എന്നേ ഉള്ളൂ. സ്ത്രീകൾ എന്താണ് ആലോചിക്കേണ്ടത്? ഇത്രയും കാലം ഈ അനുകൂല ഘടകങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടി. ഷീ ഷുഡ് ബി സോ താങ്ക്ഫുൾ. അതുമാത്രമല്ല, അഭിമാനം കൊള്ളയും വേണം ഒരു സ്ത്രീയായിട്ട് ജനിച്ചതിൽ. അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് മെനോപോസ്. രണ്ടാമത്തെ കാര്യം ഹെൽത്ത് കണ്ടീഷനാണ്. നമുക്ക് ജീവിതത്തിൽ പറ്റുന്ന വലിയ അബദ്ധങ്ങളിലൊന്ന്, നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് ആ അവസ്ഥയിലാകുമ്പോഴാണ്. മെനോപോസിലെത്തുമ്പോഴാണ് മെനോപോസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങുക. സത്യത്തിൽ ഈ മെനോപോസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം അതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രോഗാവസ്ഥകളാകാം. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു 35-നും 55-നും ഇടയിലുള്ള പ്രായത്തിലാണ്. ആ സമയത്ത് ഹെൽത്ത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അജണ്ടയിൽ ഉണ്ടാകില്ല. നമുക്ക് നല്ല തിരക്കല്ലേ. പാരമ്പര്യമായിട്ടും ഈ അവസ്ഥകൾ ഉണ്ടാകാം. പക്ഷേ എക്സസൈസ് കൊണ്ടും ഭക്ഷണക്രമം കൊണ്ടും ചിട്ടയായിട്ടുള്ള ജീവിതം കൊണ്ടും വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാവുന്നതാണ്. മെനോപോസ് ആകുമ്പോഴും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഹെൽത്ത് കണ്ടീഷൻ. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഈ അവശതകൾ നമ്മൾ പറഞ്ഞു നടക്കുന്തോറും അവശതകൾ കൂടിപ്പോയി. ചിലർക്ക് അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവാം. പറഞ്ഞു നടക്കണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരുടെ ശരീരവും വളരെ വളരെ യുണീക്കാണ്. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ ഇതൊക്കെ വളരെ ലൈവ്ലി ആണല്ലോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ അറിവുകൾ നമ്മളിലേക്ക് പമ്പ് ചെയ്യപ്പെടും. പലരുടെ അനുഭവങ്ങൾ, പലരുടെ പ്രശ്നങ്ങൾ. ചിലർ ഇതെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്കും. ഇതെല്ലാം നമുക്ക് സംഭവിക്കുമെന്നുള്ള മട്ടിലാണ് ചിലർ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ ധാരണ വളരെ തെറ്റാണ്. നമ്മുടെ ശരീരം വളരെ യുണീക്കാണ്. മറ്റേയാൾക്ക് സംഭവിക്കുന്നത് നമുക്ക് സംഭവിക്കണമെന്നില്ല. ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പ്രഷർ, ഡയബറ്റീസ് ഇതിനൊക്കെ ചില മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി, ലിമിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ ശരീരത്തിലും ഈ ലിമിറ്റ്സ് ഒരുപോലെ അല്ല ബാധിക്കുന്നത്. ഓരോരുത്തരുടെ ശരീരത്തിലെ വ്യതിയാനങ്ങൾ ഓരോരുത്തർ നിരീക്ഷിച്ച് കണ്ടെത്തണം. ആവശ്യതകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ആവശ്യതകൾ പറഞ്ഞുകൊണ്ടാണ് അത് കൂടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ചിലർ ആവശ്യതകൾ പറയാറില്ലെങ്കിലും അതോടനുബന്ധിച്ചുള്ള ചില എക്സ്പ്രഷൻസ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമുക്ക് വിട്ടിട്ട് നമുക്ക് ആക്ഷനിലേക്ക് കിടക്കാം. അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവണം കേട്ടോ. എന്തും ചെന്ന് പറയാവുന്ന കുറച്ച് സമയമൊക്കെയുള്ള ഡോക്ടേഴ്സിനെ കണ്ടെത്തിയാൽ നന്നായിരിക്കും. സ്പെഷ്യലിസ്റ്റ്, അയാൾക്ക് തീരെ സമയമില്ല, നമ്മൾ ചെന്നാൽ കമ്പ്യൂട്ടറിൽ കണ്ണുവെച്ചിരിക്കുന്ന ഡോക്ടേഴ്സല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതിന് പരിഹാരം തരുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയും വേണം. നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ ഇത് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. പണ്ടുള്ളവർ വെറുതെ അല്ല പറഞ്ഞിട്ടുള്ളത്, മുറി വൈദ്യൻ ആളെ കൊല്ലും. അപ്പോൾ ഇതിന് ശരിയായിട്ട് എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയി സഹായം തേടുക. സോ സിമ്പിൾ. മൂന്നാമത്തെ കാര്യം, ഏത് ജീവിത കാലഘട്ടത്തിലും നമുക്ക് വേണ്ടത് സന്തോഷമാണല്ലേ. സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണം. ഓരോ കാലഘട്ടത്തിലും സന്തോഷത്തിന് വേണ്ടി പല പല വഴികളാണുള്ളത്. ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ക്ലോസ് റിലേഷൻഷിപ്സാണ്. നമുക്കറിയാം, ഹാപ്പി ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ക്ലോസ് റിലേഷൻഷിപ്സിലൂടെ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ റിലേഷൻഷിപ്സ് ഒരുപാട് ചുരുങ്ങുമല്ലോ. നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യും. മക്കളാണെങ്കിൽ വിവാഹം കഴിച്ച് അവരുടേതായ ഫാമിലിയായി തിരക്കായി. നമ്മൾ ബോധപൂർവം നമുക്കൊരു ക്ലോസ് സർക്കിൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കണം. ഒരു സർക്കിൾ മാത്രമല്ല, 2-3 സർക്കിളാവാം. ഞാനതിൽ എൻ്റെ കൊളീഗ്സിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ ക്ലാസ്മേറ്റ്സ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ക്ലാസ്മേറ്റ്സ് ഇല്ലേ, അവരുമായിട്ടുള്ള കണക്ഷൻ, കസിൻസ് ഉണ്ട്, ചെറുപ്പത്തിലെ കളിച്ച് വളർന്ന കസിൻസ്, പിന്നെ സിബ്ലിങ്സ്, നമ്മുടെ വീട്ടിൽ സഹോദരരായിട്ട് കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഞാനും സഹോദരിമാരും ചേർന്ന് ഇടയ്ക്കൊക്കെ ടൂറിനൊക്കെ പോകാറുണ്ട്. ചിലർ ചോദിക്കും, എന്താ നിങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ടൂറിന് പോകണേ, വീട്ടിലുള്ള ആണുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഉദ്ദേശം അതാണ്, ഇത് സന്തോഷത്തിൻ്റെ ഒരു വഴി. ഇവിടെ ഒരു കാര്യമുള്ളത്, നമുക്ക് ആരോഗ്യവും സന്തോഷവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മൊത്തം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. നാലാമത്തെ കാര്യം അപ്പിയറൻസ് ആണ്. അപ്പിയറൻസിലൊക്കെ വ്യത്യാസം വരും. സ്കിന്നിൻ്റെ ടെക്സ്ചർ, കളർ, ഇതിലൊക്കെ വേരിയേഷൻസ് വരും.
ഇതിന് പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ് എന്ന് പറയും, മുടി കൊഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ചില ഡെഫിഷ്യൻസീസ് വരും. കാൽസ്യം, എല്ലുകളുടെ ബലം കുറയും. അപ്പോൾ നമ്മുടെ നടപ്പിലൊക്കെ ചെറിയ കൂന് വരാം, ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കണം. കാൽസ്യം ഡെഫിഷ്യൻസി, പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കുന്ന ഒന്നാണ്. ഉലുവയില്ലേ, നന്നായിട്ട് ഉണക്കി പൊടിച്ച് സ്വല്പം വെള്ളം ചേർത്ത് തലയോട്ടിയിൽ തിരുമ്മിക്കഴിഞ്ഞാൽ അത്യാവശ്യം മുടി വലിയ കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ രക്തചന്ദനം തേനിൽ ചാലിച്ച് പുരട്ടിക്കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷന് അത് വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കും. എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്വന്തം മുഖമാണ്, സ്വന്തം ശരീരമാണ്. അത് എക്സ്പെരിമെൻറ്റ്സ് നടത്താനുള്ള ഇടമല്ല. അതേക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചറിഞ്ഞ് ചെയ്യണം. ഓരോരുത്തരുടെ ശരീരത്തിലും അത് ഓരോ തരത്തിലാണ് പ്രതികരണം ഉണ്ടാക്കുന്നതെന്നും ഓർക്കണം. പല്ല് കുറേയൊക്കെ നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ സഹായത്താൽ ശരിയാക്കാവുന്നതാണ്. ഇതേക്കുറിച്ചൊന്നും ഓവർ കൺസേണും വേണ്ട. പൊതുസമൂഹത്തിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ അപ്പിയറൻസ്. പക്ഷേ അപ്പിയറൻസിനെക്കാളും കൂടുതൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് പെരുമാറ്റം, നമ്മുടെ വ്യക്തിത്വ സവിശേഷതകൾ. എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അപ്പിയറൻസിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ കണ്ടൻറ്റാണ്. അപ്പോൾ അപ്പിയറൻസിനെ കുറിച്ച് ഓവർ കൺസേൺ ഒന്നും വേണ്ട, എന്നാലും ആവശ്യത്തിന് കരുതലുണ്ടാവണം. 5ാമത്തെ കാര്യം, ഒരുപാട് സ്ട്രെസ്ഡ് ആകരുത്. ലൈഫ് റോൾസിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ മുൻതൂക്കം കൊടുക്കേണ്ട ഒരു സമയമായി. വേണ്ടാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്ത് തലയിലേക്ക് വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ വലിയ ചുമടുമായിട്ട് ചെന്ന് ആ ചുമട് താഴെ വെച്ചിട്ട് ഹാവൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് നമ്മളാകേണ്ടത്. ചുമട് ചുമന്ന് പിന്നെയും നടക്കരുത്. അത് നമുക്ക് പലർക്കും സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വളർത്തിയ രീതി കൊണ്ടാവാം, നമ്മുടെ മക്കളുടെ തലമുറ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാൻ തയ്യാറാകാത്തവരാണ്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ച് അവരവരുടെ വഴി തേടി പോവും. അപ്പോൾ നമുക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഒരു സെൻസ് ഓഫ് യൂസ്ഫുൾനെസ് ഉണ്ടാകുമ്പോൾ ഈ യൂസ്ഫുൾനെസ് എപ്പോൾ ഇല്ലാതായോ അപ്പോൾ നമ്മുടെ സാഹചര്യം വ്യത്യസ്തമാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സർവീസ് ചെയ്തു കൊടുക്കുക, നമുക്ക് സന്തോഷം തരുന്ന സർവീസസ് ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ ലൈഫ് റോൾസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം വേണം. പേരക്കുട്ടികളെ കളിപ്പിക്കാം, അവരുടെ കൂടെ സമയം ചെലവഴിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കരുത്. അങ്ങനെയുള്ള ചിലരെ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ അവർക്ക് വരാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല. ഞാനില്ലെങ്കിൽ മക്കളുടെ കാര്യം മുഴുവൻ അവതാളത്തിലാകും. മക്കൾ കല്യാണം കഴിച്ച് വേറെ ഫാമിലിയാണ്. അപ്പം നമ്മളിങ്ങനെ എല്ലാം തലയിൽ ചുമന്ന് ഓവർ സ്ട്രെസ്ഡ് ആകരുത്. 6ാമത്തെ കാര്യം എന്താണെന്നോ, നമ്മൾ നല്ല ബിസി ആയിരിക്കണം. ഒന്നും ചെയ്യാനില്ല, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഇന്ന് എന്താ ചെയ്യേണ്ടത്, ഒരു പിടിയില്ല. അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ടാകണം. എന്ത് വേണമെങ്കിലും ആകാം, പാചകമോ ഗാർഡനിങ്ങോ, നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്ന ആക്ടിവിറ്റീസ്. അതിന് ജാപ്പനീസ് എന്ന് പറയുന്നത് ഇക്കിഗായി എന്നാണ്. അവിടെ 100 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ ജീവിതം ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നു. ഒരു കാരണമായിട്ട് പറയുന്നത് ഇതാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കാൻ പോയി. അപ്പോൾ എന്താണെന്നോ, അവിടെ രാവിലെ ചെല്ലണം, റൂൾസ് റെഗുലേഷൻസ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്രായത്തിൽ അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്ന ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഠിപ്പിക്കൽ എനിക്ക് എൻജോയ്മെൻറ്റ് തരുന്നതാണ്. പക്ഷേ അതിങ്ങനെ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ്, ലീവ് എടുക്കാൻ പറ്റില്ല, ലീവ് എടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ടീച്ചിങ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കി. ട്രെയിനിങ്, യൂട്യൂബ് ചാനൽ, പ്രഭാഷണങ്ങൾ. ഇപ്പോൾ ടീച്ചിങ് എന്നുള്ളൊരു ആക്ടിവിറ്റി നമുക്ക് എൻജോയബിളായിട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്കാകുക. നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകരുത്. നമ്മുടെ കൾച്ചറിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു സഹായം വേണമെങ്കിൽ നമ്മുടെ ഒരു വിചാരം എന്താണെന്നോ, ആളുകളെ അറിഞ്ഞ് സഹായിക്കണമെന്നുള്ളതാണ്. ആ ഒരു കാലമൊക്കെ പോയി. നമുക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ അവസ്ഥയിലൊക്കെ ആകുമ്പോൾ സഹായങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. മക്കളുടെ അടുത്തുനിന്ന് സഹായം വേണ്ടി വരും, ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ ജീവിതകാലം മുഴുവൻ മക്കളെ പഠിപ്പിച്ചു, മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ ഉദ്യോഗസ്ഥരായി, അവർക്ക് വരുമാനമായി. പണ്ടാണെങ്കിൽ വരുമാനമാകുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കും. വീട്ടിലേക്ക് എത്ര അയച്ചു കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കും, അയച്ചു തരികയും ചെയ്യും.
ഇന്നാണെങ്കിൽ അതേക്കുറിച്ചൊന്നും അവരെ അവെയറല്ല. നമ്മൾ അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നീ സ്വന്തം കാര്യം നോക്കണം, അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം, ഈ രീതിയിലൊക്കെയാണ് അവരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമൊന്നും അവരുടെ മനസ്സിലുണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ചോദിക്കണം. വി ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ്. യെസ്സും പറയാം, നോയും പറയാം. നോ പറഞ്ഞെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നോ അവർ പറയുമെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കേണ്ടയും കാര്യമില്ല. നമുക്ക് വേണ്ട ഹെൽപ്പ് ചോദിക്കാം. വിദേശങ്ങളിലൊക്കെ ജോലിയുള്ള ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള മക്കളോട് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സഹായം ചോദിക്കാൻ മടിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരായാലും നമുക്ക് സഹായം വേണമെങ്കിൽ ചോദിക്കാം. നമുക്കതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. മറ്റേ ആൾക്ക് യെസ്സും നോയും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അതും നമ്മൾ അംഗീകരിക്കണം. ഒരു റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പലപ്പോഴും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട്. ഈ ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും ഇല്ലേ, നമ്മുടെ ചില പ്രശ്നങ്ങൾ അവരറിയണമെന്നില്ല. അവരോട് ചർച്ച ചെയ്യാം, അവരോട് സഹായം ആവശ്യപ്പെടാം. ഭർത്താവും മക്കളും ഒക്കെ വീട്ടിലുണ്ടാവില്ലേ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇക്കാര്യങ്ങൾ സ്ത്രീകൾ മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല. കാരണം സ്ത്രീയും പുരുഷനും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കടന്നു വരുന്നത്. അമ്മമാർക്ക് വരുന്ന ഈ വ്യതിയാനങ്ങൾ മക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്